Hello everyone, welcome back to athirasectalks Talks. Today, I'm here with the topic Modernism. In the previous classes, I had discussed about new criticism, Russian formalism, structuralism, post-structuralism, archetypal criticism, reader response criticism. So, ആ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. Today, I'm back with Modernism. മോഡേണിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിയതിനു ശേഷം മോഡേണിസം എന്ന ഇന്റലക്ച്വൽ മൂവ്മെന്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതിനൊപ്പം തന്നെ മേജർ ആയിട്ട് വരുന്ന ഫിലോസഫേഴ്സിനെയും ക്രിട്ടിക്സിനെയും അവരുടെ മേജർ ആയിട്ടുള്ള വർക്ക്സും അവരുടെ മേജർ ആയിട്ടുള്ള കൺസെപ്റ്റ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രസന്റേഷനിൽ നോക്കി കാണാം. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾഡ് ആക്കും. സോ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. മോഡേണിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ 16th സെഞ്ചുറിയിലേക്ക് ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. 16th സെഞ്ചുറി വലിയൊരു മാറ്റത്തിന്റെ കാലമായിരുന്നു അല്ലേ? സോ ഇൻ ദ 16th സെഞ്ചുറി ദർ വാസ് ഹ്യൂമനിസം ആൻഡ് റെനൈസൻസ്. എവറിത്തിങ് ചേഞ്ച്ഡ്. ദർ വാസ് ന്യൂ ഹോപ്പ്, എ ന്യൂ ഫോക്കസ് ഓൺ ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമൻ ബീങ്, ദ ബ്യൂട്ടി, ദ വാല്യൂ ഓഫ് ഹ്യൂമാനിറ്റി. സോ 16ാം നൂറ്റാണ്ട് വളരെ നല്ലൊരു മാറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു. പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ വന്നു, പുതിയ പുതിയ ചേഞ്ചസ് കൊണ്ടുവന്ന് ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു, വാല്യൂന് ഇമ്പോർട്ടൻസ് കൊടുത്തു, റീസൺ ഇമ്പോർട്ടൻസ് കൊടുത്തു. സോ 16ാം നൂറ്റാണ്ട് വളരെ വലിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു. ബിഫോർ ദാറ്റ്, ഇൻ ദ മിഡീവൽ പീരീഡ്, എവറിത്തിങ് വാസ് ഡാർക്ക്. ഹ്യൂമൻ ബീങ്സ് വാസ് നോട്ട് സെലിബ്രേറ്റഡ്. ഹ്യൂമൻ ലൈഫ് വാസ് നോട്ട് സെലിബ്രേറ്റഡ്. Human beings were just considered as sinners and there was oppression and injustice during that period. സോ 16ാം നൂറ്റാണ്ടിന് മുൻപ് വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നില്ല. ഹ്യൂമൻ ബീങ്സിനെ സിന്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ആ ഒരു ടൈമിൽ ഒപ്രഷനും ഇൻജസ്റ്റിസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പീരീഡ് ആയിരുന്നു 16th സെഞ്ചുറി, റെനൈസൻസ് പീരീഡിന് മുൻപത്തെ കാലഘട്ടം. പക്ഷേ 16ാം നൂറ്റാണ്ടോട് കൂടി അതിനൊരു മാറ്റം സംഭവിക്കുകയും പിന്നീട് 16ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ റെനൈസൻസിന്റെ കാലഘട്ടമായിരുന്നു, ഹ്യൂമനിസത്തിന്റെ കാലഘട്ടമായിരുന്നു, ബ്യൂട്ടിയുടെ കാലഘട്ടമായിരുന്നു, റീസന്റെ കാലഘട്ടമായിരുന്നു. സോ ഇതെല്ലാം നമുക്ക് പിന്നീട് ഉള്ള 4 നൂറ്റാണ്ടുകളിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ then in the 19th century again changes were happening. Throughout these 4 centuries of humanism, they did not remain the same. ഈ 4 സെഞ്ചുറീസിൽ ഞാൻ പറഞ്ഞു ഹ്യൂമനിസം ആയിരുന്നു എന്ന്. പക്ഷേ ഈ 4 നൂറ്റാണ്ടിലെ ഹ്യൂമനിസം ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നില്ല, ഒരേ രീതിയിലായിരുന്നില്ല കണ്ടിന്യൂ ചെയ്ത് പോയത്. ഓരോ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചും ഹ്യൂമനിസം മാറിക്കൊണ്ടിരുന്നു. 19ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് അറിയാം അവിടെ വലിയൊരു ചേഞ്ച് സംഭവിച്ചു. ഇൻഡസ്ട്രിയലൈസേഷന്റെ കടന്നുവരവ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ബിഫോർ ദാറ്റ് we had focus on ideas, we had focus on reason, we had focus on emotion, we had focus on beauty, romanticism, everything. So change came because the conditions of societies were changing, politics was changing, economics was changing, and all that because of this industrialization. So industrialization means setting above factories of mass production. So mass production started, a materialistic society emerged. Along with that, new ideologies came into forefront. So there were even more oppression and injustice, and people get divided in many ways in the name of these ideologies. So new ideologies came into being, resulting in wars, conflicts, political transformations. So the industries brought in inequalities, and that led to riots, starvation, etc. Okay. ഈ ഒരു പീരീഡിലാണ് നമുക്ക് കാണാം ബോർഷ്വാസിയുടെ കടന്നു വരുമോ, വർക്കിംഗ് ക്ലാസിന്റെ കടന്നു വരുമോ. ഈ ഒരു ടൈമിൽ വർക്കിംഗ് ക്ലാസ് വെയർ എക്സ്പ്ലോയിറ്റഡ് അറ്റ് ഇറ്റ്സ് ലിമിറ്റ്. സോ നോ ഗുഡ് ലിവിംഗ് കണ്ടീഷൻസ് വർ ഗിവൺ ടു ദം. ദേ വെർ ഡിനൈഡ് ഓഫ് ഈക്വൽ വേജസ്. ഓൾ ദിസ് ലെഡ് ടു റൈറ്റ്സ് ആൻഡ് സ്റ്റാർവേഷൻ. അത് മാത്രമല്ല, ഇൻഡസ്ട്രിയലൈസേഷൻ മാത്രമല്ല കാരണമായിട്ട് വന്നേക്കുന്നത്. പകരം ഈ ഒരു ടൈമിൽ ദ പീപ്പിൾ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ട്രൂത്ത്, ക്വസ്റ്റ്യനിങ് വാല്യൂ, ക്വസ്റ്റ്യനിങ് റിയാലിറ്റി. ഈ 3 കാര്യങ്ങളെയും ഈ ഒരു സൊസൈറ്റിയിലെ ജനങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. വിശ്വാസം കൊണ്ട് മാത്രം തങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് സാധിക്കില്ല എന്നൊരു വിശ്വാസം ജനങ്ങളിൽ കൊണ്ടുവരാനായിട്ട് കാരണമായ ഒരു തിയറി ഉണ്ട്. അതാണ് ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ആ ഒരു ടൈമില് ടിൽ ദെൻ ദേ ബിലീവ്ഡ് ഇൻ ബൈബിൾ. പക്ഷേ ഈ ഒരു 19th സെഞ്ചുറിയോട് കൂടി ദേ ലോസ് ദെയർ ബിലീഫ് ഇൻ ബൈബിൾ ആൻഡ് ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യൻസ് ദ ഐഡിയാസ് ഇൻ ബൈബിൾ. സോ
ബൈബിൾ ഈസ് നോട്ട് ലിറ്ററലി ട്രൂ എന്നൊരു കൺസെപ്റ്റിലേക്ക് ഇവർ എത്തപ്പെടുന്നു. ആൻഡ് ചാൾസ് ഡാർവിന്റെ ടെക്സ്റ്റ് ഇവല്യൂഷണറി തിയറി എന്ന് പറയുന്നത് ഇതിന് വളരെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ട് മാറുകയും ചെയ്യുന്നു. സോ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് he says that man is not evolved from the image of God, but he evolved from lesser animals like ape. മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവപുത്രനല്ല, പകരം ഏപ്സ് പോലെയുള്ള ലെസർ അനിമൽസിൽ നിന്നാണ് ഇവല്യൂഷൻ വഴി ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ മാൻ ഹോമോസാപ്പിയൻസ് ഉണ്ടായത് എന്ന് ചാൾസ് ഡാർവിന്റെ തിയറി പറഞ്ഞപ്പോഴത്തേന് അവിടെ ബൈബിൾ എന്ന് പറയുന്ന വിശ്വാസത്തെ തന്നെ എന്താ പറയുക മൊത്തത്തിൽ ഷെയ്ക്ക് ചെയ്യത്തക്ക ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്ന് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. ദെൻ ദ ഗ്രേറ്റ് ഡിപ്രഷനും വളരെ വലിയൊരു ഡ്രോബാക്ക് ഈ ഒരു പീരീഡിലേക്ക് കൊണ്ടുവന്നു. വളരെ എന്താ പറയാ ആ ഒരു സമയത്തെ മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ ഒന്നും കൂടെ കൂടി. എന്താ പറയാ യുദ്ധത്തിന്റെ രണ്ട് യുദ്ധം കണ്ട പീരീഡാണ് ഈ ഒരു 20th സെഞ്ചുറി എന്ന് പറയുന്നത്. സോ വാറിന്റെ ആ ഒരു ഇൻഫ്ലുവൻസും വളരെ നെഗറ്റീവായിട്ട് ആ ഒരു സൊസൈറ്റിയെ ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ at the beginning, this industrialization looked like progress, but it only led to even more squalor and misery. Okay. Then colonization മറ്റൊരു ഇൻഫ്ലുവൻസ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. ദ വൈറ്റ് മാൻസ് ബേർഡൻ, അതായത് യൂറോസെൻട്രിസം എന്നൊരു കൺസെപ്റ്റ് അല്ലേ, വെസ്റ്റേൺ കൾച്ചർ ആണ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺസെപ്റ്റ് ആണ് സെന്റർ, ബാക്കിയെല്ലാം ഇതിന്റെ ബൗണ്ടറീസിൽ വരും എന്ന് പറഞ്ഞ് അവിടെ കോളനൈസ്ഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സിനെ എല്ലാം ഈ ഒരു മോഡേണിസ്റ്റ് പീരീഡിലേക്ക് വരുമ്പോഴത്തേന് ചോദ്യം ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യൂറോസെൻട്രിസം, യൂറോപ്പാണ് അല്ലെങ്കിൽ വെസ്റ്റേൺ ഐഡിയൽസ് ആണ് സെന്റർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ തന്നെ ചോദ്യം ചെയ്തു. മോഡേണിസം പറഞ്ഞു അവിടെ ഒരു സെന്റർ ഇല്ല, ആ സെന്റർ ഇല്ല എന്ന ഒരു വിശ്വാസമാണ് ഈ ഒരു ക്വസ്റ്റ്യനിങ്ങിന് കാരണമാക്കുന്നത്. അതായത് വർക്കിംഗ് ക്ലാസിന്റെ പ്രശ്നം നമ്മൾ തന്നെ എടുക്കുവാണെങ്കിൽ അവിടെ താങ്കൾ എക്സ്പ്ലോയിറ്റഡ് ആക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കാനായിട്ട് തുടങ്ങിയത്. അവിടെയാണ് ഓരോ അങ്ങേയറ്റം അനുഭവിക്കുന്ന സമയമായപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത് തങ്ങളെ ചൂഷണം ചെയ്യുകയാണ് എന്ന്. അവിടെ അപ്പം എല്ലാ ബിലീഫിനെയും ഇവർ ക്വസ്റ്റ്യൻ ചെയ്തു, ട്രൂത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തു, വാല്യൂവിനെ ക്വസ്റ്റ്യൻ ചെയ്തു. സോ നമുക്ക് മോഡേണിസത്തിലേക്ക് കടക്കാം. Modernism is a broad literary and cultural movement that spanned all of the arts and even spilled into politics and philosophy. സോ മോഡേണിസം എന്ന് പറയുന്ന ഒരു ഇന്റലക്ച്വൽ തിയററ്റിക്കൽ കൾച്ചറൽ മൂവ്മെന്റ് ആണ്. ഇത് ലിറ്ററേച്ചറിൽ മാത്രമല്ല നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്, പകരം ഇത് ആർട്സിലുണ്ട്, പൊളിറ്റിക്സിലുണ്ട്, ഫിലോസഫിയിലുണ്ട്, ഈവൻ ലിറ്ററേച്ചറിലും ഈ ഒരു മോഡേണിസത്തിന്റെ കടന്നുവരവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Fear of impending war dominated the early decade of the 20th century. പറഞ്ഞതാണ്. Origin of Species, which was published in 1859, marked the erosion of religious belief with the rise of new technologies. Foundations of Christianity was shaken, and Nietzsche said, God is dead, we have killed him. Okay. Destabilization of moral values resulting in acute identity crisis. അതായത് TSLന്റെ വേസ്റ്റ് ലാൻഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ദ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് എന്ന് പറയുന്നത് മോഡേണിസത്തിന്റെ എക്സാക്ട് എക്സാമ്പിൾ ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഇവിടുത്തെ ബ്രോക്കൺ ഇമേജസ് മോറൽ വാല്യൂസ് ആണ്. അത്രയും നാൾ വരെ നിലനിന്നിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും എന്താ പറയുക തച്ചുടച്ചുകൊണ്ടാണ് മോഡേണിസത്തിന്റെ വരവ്. Modernism marks a break in the Renaissance tradition of humanism. ഹ്യൂമനിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മോഡേണിസം വരുന്നത്. അന്നേ കാലം വരെ നിലനിന്നിരുന്ന റിയാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മോഡേണിസം വരുന്നത്. ആൻഡ് they rejected the centrality of human subject or the centrality of author. They rejected the notion of permanent reality, and also they rejected the belief in the perennial significance and meaning of a literary text established with the invention of പ്രിന്റിംഗ് പ്രസ്. അന്നേ കാലം വരെ നിലനിന്നിരുന്ന ഓതർ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ സെൻട്രാലിറ്റി അവർ ചോദ്യം ചെയ്തു. പെർമനന്റ് ആയിട്ട് അന്നേ കാലം വരെ നിലനിന്നിരുന്ന റിയാലിറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ പ്രിന്റിംഗ് പ്രസിന്റെ വരവോടുകൂടി വന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു വെച്ച ലിറ്റററി ടെക്സ്റ്റിനെ വരെ അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു പീരീഡിൽ കാണാനായിട്ട് സാധിക്കും. Then Modernism is simultaneous with the material progress and industrial mechanization that colonialism promised the third world. Renaissance during the 17th century, they give importance to reason, value. In the philosophy of Descartes, which legitimized the Eurocentrism of colonialism, it was a founding, this Eurocentrism was a founding principle of the age of enlightenment in the 18th century. സോ എൻലൈറ്റൻമെന്റ് പീരീഡിൽ വന്ന റെനൈസൻസ് പീരീഡിൽ വന്ന എല്ലാ ഐഡിയാസിനെയും എല്ലാ കൺസെപ്റ്റ്സിനെയും മൊഡേണിസം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻലൈറ്റ്മെന്റ് ഐഡിയൽസ് പലതും
അതായത് എൻലൈറ്റ്മെന്റ് ഐഡിയാസ് ആയിട്ടുള്ള ഒബ്ജക്ടിവിറ്റിയും റാഷണാലിറ്റിയും യൂണിറ്റിയും എല്ലാം തന്നെ മോഡേണിസം റിജക്ട് ചെയ്യുന്നുണ്ട്. പകരം മോഡേണിസം സബ്ജക്ടിവിറ്റിയിൽ വിശ്വസിച്ചു. ഓക്കെ, ഫ്രാഗ്മെന്റേഷനിൽ വിശ്വസിച്ചു. ദെൻ ഒപ്പോസിഷൻ ടു റൊമാൻറ്റിസിസം ഞാൻ പറഞ്ഞതാണ്. സോ മോഡേണിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ലിറ്റററി മൂവ്മെന്റ് റൊമാൻറ്റിസിസത്തിന് ഒപ്പോസിഷൻ ആയിട്ടാണ് അതിന്റെ ഒരു കടന്നു വരുമെന്ന് പറയുന്നത്. റൊമാൻറ്റിസിസത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻറ്റിസിസം എങ്ങനെയാണ് വന്നത്? സോ ഇറ്റ് ഒബെയ്ഡ് ദ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ദെൻ ഡിസ്കവറി ഓഫ് ഷേക്സ്പിയർ ക്യാൻ ബി സീൻ ഡ്യൂറിംഗ് ദിസ് റൊമാൻറ്റിക് പീരീഡ്. Industrial progress was happening during the period. Revival of Gothic tradition can be seen, and this revival happened through the works of transitional writers. ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം തന്നെ റൊമാൻറ്റിക് പീരീഡിൽ നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് റൊമാൻറ്റിക് എറ എൻഡോസ് ദ ഹ്യൂമനിസ്റ്റിക്, realistic and the essentialistic in the insistence on the noble and essential value of simple life and a language. സോ ആ ഒരു ടൈമിൽ റൊമാൻറ്റിക് പീരീഡ് നമ്മൾ വേർഡ്സ്വർത്തിനെ എടുക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം കോമൺ പീപ്പിളുടെ ലാംഗ്വേജിനെയും കോമൺ പീപ്പിളിനെ കുറിച്ചും സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുന്നതാണ് പ്രിഫർ ചെയ്തിരുന്നത്. അവിടെ ട്രഡീഷന് വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല അല്ലേ. സോ ഒരു പുതിയ കൺസെപ്റ്റ്, ഒരു പുതിയ തിയറി അല്ലെങ്കിൽ പുതിയ മൂവ്മെന്റ് ആയിട്ട് തന്നെയാണ് റൊമാൻറ്റിസിസത്തിന്റെ കടന്നുവരവ്. എന്നാൽ മോഡേണിസം വരുമ്പോഴത്തേന് റൊമാൻറ്റിസിസത്തിൽ എന്താണോ പറഞ്ഞത് അതിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്താ പറയുക മോഡേണിസം വരുന്നത്. മോഡേണിസം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അന്നേ കാലം വരെ മോഡേണിസത്തിൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ കടന്നുവരവോടുകൂടിയും ഗ്രേറ്റ് ഡിപ്രഷന്റെ വരവോടുകൂടിയും വാഴ്സിന്റെ വരവോടുകൂടിയും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും പരിഹാരം കാണണമെങ്കിൽ നമുക്ക് ട്രഡീഷനിലെ എന്താ പറയുന്നത് പണ്ടുണ്ടായിരുന്ന ക്ലാസിക് വർക്ക്സ് ഒക്കെ കുറച്ചൊക്കെ ഒന്ന് അതിലേക്ക് പോകണം. അതിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയണം. നേച്ചറിനെ, അതായത് ഇങ്ങനെയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേച്ചറിനെ സപ്പോർട്ട് ചെയ്യാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഉള്ള മൈൻഡ് സെറ്റ് മോഡേണിസ്റ്റ് റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല. സോ അവിടെ അവര് ബേസ് ആയിട്ട് വെച്ചത് ക്ലാസിക്സിനെ ആയിരുന്നു, ട്രഡീഷനെ ആയിരുന്നു. ട്രഡീഷനെ ഇമിറ്റേറ്റ് ചെയ്യാന്നല്ല പറഞ്ഞത്, പകരം ട്രഡീഷൻ അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇതാണ് T.S. Eliot പറയുന്നത്. ഓക്കെ, ദെൻ in the 19th century, belief in the essential reality was toppled. The value of human beings interrogated. The text was destabilized. Then the disorientation of European culture was reflected in the movements of. So ഈ ഒരു പീരീഡിൽ കുറേ മൂവ്മെന്റ്സ് വരുന്ന, ലിറ്റററി മൂവ്മെന്റ്സ് ആർട്ടിലും ലിറ്ററേച്ചറിലും ഒക്കെ മൂവ്മെന്റ്സ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അത് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇതിലെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. സോ ജസ്റ്റ് മോഡേണിസത്തിൽ വരുന്ന മേജർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേജർ പ്രാക്ടീഷണേഴ്സിനെയും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. സർറിയലിസം ആൻഡ്രി ബ്രിൻഡ്, Salvador Dali. Then Impressionism, Monet. Imagism, Ezra Pound. Then Symbolism, Baudelaire, Rimbaud, Mallarmé. Cubism, Picasso. Expressionism, Manco, Gauguin, Munch. Dadaism, Tristan Tzara and Marcel Duchamp. സോ ഇത്രയും പേരെ ഓർത്തിരിക്കുക. ഇത്രയും മൂവ്മെന്റ്സ് ഈ ഒരു പീരീഡിൽ മോഡേണിസത്തിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ആരൊക്കെയാണ് മേജർ പ്രൊപ്പോണൻസ് എന്നും ഓർത്തിരിക്കുക. These artists questioned the tyranny of conventional forms, colors, rhythm, and harmony, and represented reality as plural and subjective, affirming the art which exists for its own sake will provide the unity that is lost in contemporary society. സോ ഇവര് റൊമാൻറ്റിസിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന മൂവ്മെന്റ്സ് ആണ് ഇതെല്ലാം തന്നെ. സോ അവര് പുതിയൊരു വേ, പുതിയൊരു കളർ, പുതിയൊരു തോട്ട്, പുതിയൊരു റിതം, പുതിയൊരു ഹാർമണി ലിറ്ററേച്ചറിൽ പോയട്രിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതുപോലെ റിയാലിറ്റി സബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിയാലിറ്റി റെപ്രസെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ ഇവരൊരിക്കലും സൊസൈറ്റിയിൽ നിന്ന് മാറി നിന്നല്ല കവിതകൾ എഴുതി പോയത്. പകരം സൊസൈറ്റിയിൽ എന്താണോ, സൊസൈറ്റിയിലെ നഷ്ടങ്ങളെ കുറിച്ച് ഇവർ കവിതകൾ എഴുതി, സൊസൈറ്റിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ദ ആർട്ട് വിച്ച് എക്സിസ്റ്റ് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് വിൽ പ്രൊവൈഡ് ദ യൂണിറ്റി ദാറ്റ് ഇസ് ലോസ്റ്റ് ഇൻ ദ കണ്ടംപററി സൊസൈറ്റി. എന്താണോ കണ്ടംപററി സൊസൈറ്റിയിൽ ലോസ്റ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് അതെല്ലാം തന്നെ ഇവർ ആർട്ടിലൂടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. So the techniques of fragmentation is celebrated in modernist literature, and modernism emerged from the immense panorama of futility and anarchy. ഈ ഒരു തീം നമുക്ക് ക്ലീയുടെ പെയിന്റിംഗ് ദ ഏഞ്ചൽ ഓഫ് ഹിസ്റ്ററിയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ സബ്ജക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇംപ്രഷനിസം, ടെക്നിക് ഓഫ് ഇംപ്രഷനിസം യൂസ് ചെയ്തു. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് കൊണ്ടുവന്നു. ദെൻ അഗെയിൻ
the conventional omniscient narrative, fixed point of view, clear cut moral positions, ഇതിനെല്ലാം അവർ ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പുതിയ ടെക്നിക്സും പുതിയ എന്താ പറയുക പുതിയ തീംസും വർക്കിൽ കൊണ്ടുവരാനായിട്ട് മോഡേണിസ്റ്റ് ശ്രമിച്ചത്. ഓക്കെ, so it employed the technical qualities like paradox and ambiguity praised by the new critics. ന്യൂ ക്രിറ്റിക്സ് കൊണ്ടുവന്നേക്കുന്ന പാരഡോക്സും ആംബിഗിറ്റിയും ഒക്കെ ഇവർ വർക്ക്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ വർക്ക്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. Then modern use of myth. One of the major motif of modernist literature was myth. ഞാൻ പറഞ്ഞിരുന്നു, അതായത് മോഡേണിസത്തിലേക്ക് വരുമ്പോൾ അവർ അതായത് കോമൺ ആയിട്ടുള്ള മാൻ്റെ ലാംഗ്വേജിൽ കോമൺ തീം വെച്ചിട്ടല്ല എഴുതിയത്, പകരം ഇവർ ട്രഡീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. ട്രഡീഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്ത് അതറിഞ്ഞിട്ട് അതിനെ വെച്ച് പ്രസന്റ് സൊസൈറ്റിയിൽ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ വെച്ചതിന് ശേഷമാണ് ഇവർ വർക്ക്സ് എന്താ പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇവിടെ മിത്ത് കാണാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. Myth was employed in order to give shape and significance to the contemporary fragmented reality. Okay, myth has a symbolic value. It contains emotions and the experience. This is what exactly we see in T.S. Eliot's The Wasteland. Then Modernist Metropolis. To represent the turbulent metropolis formed as a consequence of the Industrial Revolution and its seat of alienation, darkness, rootlessness and disorientation, as illustrated in Chaplin's Modern Times. The modernist individual is caught in an existential angst, devoid of dignity, purpose, value, and meaning, reminiscent of a Beckettian void and Kafkaesque claustrophobia manifest in Lucky, Poso, Griga Samsa. അതായത് ഇപ്പൊ നമുക്ക് മോഡേണിസ്റ്റ് പ്ലേ ആയാലും മോഡേണിസ്റ്റ് ഫിക്ഷൻ എടുത്താലും അവിടെ എല്ലാം ഈ ഒരു മോഡേണിസ്റ്റ് മെട്രോപോളിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായിട്ട് വന്ന ഏലിനേഷൻ, ഡാർക്ക്നെസ്, റൂട്ട്ലെസ്നെസ്, ഒന്നിനും ഓർഡർ ഇല്ല, ഡിസോറിയന്റേഷൻ, ഫ്രാഗ്മെന്റേഷൻ, ഇതെല്ലാം തന്നെ വർക്ക്സിലും വളരെ സ്പെസിഫിക് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാണാം. സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് ആ ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു തീം വളരെ വളരെ പർപ്പസ്ഫുൾ ആയിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നതാണ്. കാഫ്കയുടെ നോവൽസിൽ ഈ ഒരു തീം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഡിഗ്നിറ്റിയും പർപ്പസും വാല്യൂവും എല്ലാം തന്നെ ഇവിടെ എക്സിസ്റ്റൻഷ്യൽ ആംഗസ്റ്റിലായി പോകുന്നുണ്ട്. ഇവിടെ ഒരു തീം, ഒരു പർട്ടിക്കുലർ തീം എന്ന് പറയുന്ന ഒരു ഹാപ്പി മൂഡിൽ എഴുതാനായിട്ട് മോഡേണിസത്തിൽ നമുക്ക് അങ്ങനെ ഒരു തീം നമുക്ക് കാണാൻ സാധിക്കില്ല. പകരം ഇവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് ഈ ഒരു വർക്കിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കുന്നത്. അതുപോലെ ഓരോ വർക്ക് എഴുതിയപ്പോഴും അവരെ തൊട്ട് മുൻപുള്ള ഏജ് കണക്കാക്കിയല്ല, പകരം ട്രഡീഷനിൽ മിത്തിലൂടെയും പല വർക്കുകളിൽ ആ ഒരു കണ്ടംപററി സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ പലതും മിത്തിലൂടെ പറയാനായിട്ട് ശ്രമിച്ചു. ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡ് നല്ലൊരു എക്സാമ്പിൾ ആണ്. അവിടെ ടൈറീഷ്യസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ വേസ്റ്റ്ലാൻഡിലൂടെ ടി.എസ്. എലിയറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്യൂഷന്റെ ഉപയോഗത്തോടു കൂടി. സോ കണ്ടംപററി സൊസൈറ്റിയിലെ പ്രശ്നങ്ങളാണ് അവിടെ ടി.എസ്. എലിയറ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. മോഡേൺ ഫിക്ഷൻ vindicated the colonial ideology to a large extent. It involved the lament of the loss of European center. We have Joseph Conrad with his novel Heart of Darkness. Then we have E.M. Forster with his novel A Passage to India. ഇവിടെ എല്ലാം ഒരു സൈക്കോളജിക്കൽ പ്രൊഫൗണ്ടിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഡിനൈൽ ഓഫ് ക്ലോഷർ, ദെൻ ദ യൂസ് ഓഫ് പൊയറ്റിക് പ്രോസ്, ഇതെല്ലാം ആ ഒരു നോവലിന്റെ ഫീച്ചേഴ്സ് ആണെന്ന് കാണാൻ സാധിക്കും. ആൻഡ് ദീസ് ഫീച്ചേഴ്സ് ആർ ഓൾസോ ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേണിസം ഇറ്റ്സെൽഫ്. Then we have D.H. Lawrence, Sons and Lovers, James Joyce, Portrait of Artist as a Young Man. ഇതിലെല്ലാം നമുക്കൊരു പ്രൊട്ടാഗണിസ്റ്റിനെ കാണാനായിട്ട് സാധിക്കും, who is escaping from the shackles of conventional existence in search of realization. Then we have Virginia Woolf, Mrs. Dalloway, A Room of One's Own. The resisting feminist stance against a mainstream canon. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസിന്റെ കടന്നുവരവ് ടെക്നിക്ക് നോവലിൽ യൂസ് ചെയ്തേക്കുന്നതാണ്. പോർട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് ആസ് എ യങ് മാനിലും ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ക്യാരക്ടറിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന തോട്ട്സും പെർസെപ്ഷൻസും ഫീലിങ്സും അതേപോലെ എന്താ ചെയ്യുന്നത് ഒപ്പിയെടുത്ത് റൈറ്ററിൽ അത് വായിക്കുന്ന റീഡറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ മോഡേണിസ്റ്റ് പോയട്രിയിൽ നമ്മൾ കുറച്ച് മൂവ്മെന്റ്സ് കണ്ടിരുന്നു. ഇമേജിസം, സർറിയലിസം, ദാദായിസം, ഇങ്ങനെയുള്ള കുറെ മൂവ്മെന്റ്സ്. സോ ഈ ഒരു മൂവ്മെന്റ് നമുക്ക് പല പോയിറ്റ്സിന്റെ വർക്ക്സിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദേ എംപ്ലോയ്ഡ് ടെക്നിക്സ് ഓഫ് കണ്ടൻസേഷൻ,
Modern art and poetry was influenced by African art, especially of the Harlem Renaissance for its fresh motifs, simplicity, and originality of expression. They advocated the virtues of alienation, experimentation, art for art's sake, such as seen in anti-art movement and jazz music. Now, let us look at some of the modernist philosophers and thinkers during this period. സോ മോഡേണിസം എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ച ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് കെയിം ത്രൂ ദ വർക്ക്സ് ഓഫ് ടി.എസ്. എലിയറ്റ് ആൻഡ് ജെയിംസ് ജോയ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ദർ ആർ സം ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ഹു ടോക്ക് അബൌട്ട് മോഡേണിസം ഇൻ ജനറൽ. അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Number one is Frederick William Nietzsche. So he is a man who said God is dead and we have killed him. സോ അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ദ ബർത്ത് ഓഫ് ട്രാജഡി ഫ്രം ദ സ്പിരിറ്റ് ഓഫ് മ്യൂസിക്, വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1872. In that work, he talked about the dichotomy between the Dionysian and the Apollonian. Dionysian എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It means disorder and the Apollonian means order. So here in this work he says that the society moves between disorder and order. ഇതാണ് ഈ ഒരു വർക്കിൽ അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത്. Then the next work is On Truth and Lies in a Non-Moral Sense, which was published in 1873. Then Beyond Good and Evil, Prelude to a Philosophy of Future, which was published in 1886. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണിത്. ഇതിൽ മോറൽ കൺസെപ്റ്റ്സ് ഒരിക്കലും ഫിക്സഡ് അല്ല, അല്ലെങ്കിൽ ദർ ഈസ് നോ സ്റ്റേൺ മൊറാലിറ്റി എന്ന് നീഷെ പറയുന്നുണ്ട്. ആൻഡ് ഹി ടോക്ക് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് മാസ്റ്റർ സ്ലേവ് മൊറാലിറ്റി. മാസ്റ്റർ സ്ലേവ് മൊറാലിറ്റിയുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് പറയാൻ സാധിക്കും ക്രിസ്ത്യാനിറ്റി ആയിരുന്നു റിലീജിയൻ ഫോളോ ചെയ്തിരിക്കുന്നത്, അല്ലെ? വെസ്റ്റേൺ സിവിലൈസേഷൻ ഇസ് ബേസ്ഡ് ഓൺ ക്രിസ്ത്യാനിറ്റി ആൻഡ് ദിസ് ക്രിസ്ത്യാനിറ്റി ഒറിജിനേറ്റഡ് ഫ്രം സ്ലേവ്സ്. ഓക്കെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന റിലീജിയൻ എവിടുന്ന അതിന്റെ ഒറിജിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലേവ്സ് ആണ് ഈ ഒരു ക്രിസ്ത്യാനിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ക്വാളിറ്റീസ് ഓഫ് സ്ലേവ്സ് വെയർ ഗുഡ്, അല്ലെ? സ്ലേവ്സിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. വീക്ക്നെസ്, പവർലെസ്നെസ്, മേഴ്സി, മീക്ക്നെസ്, ഇതെല്ലാം നല്ല ക്വാളിറ്റീസ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ ദ ക്വാളിറ്റീസ് ഓഫ് മാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് പവർ, സ്ട്രെങ്ത്, വിക്ടറി, ഫിസിക്കൽ പവർ, ആൻഡ് all these qualities were bad. So morality originated from experience of oppression എന്നാണ് ഈ ഒരു വാക്കിൽ നീഷെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. Then we have On the Ideology of Morality, which is published in 1887. Here moral values are constructed. Ideas or practices are not universal. This genealogical method means it is a study of how ideas, practices and morality were developed. Actually this genealogy, ഈ ഒരു genealogy എന്താ പറയുന്നത്, genealogical മെത്തേഡിനെ പിന്നീട് ഇതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി നമ്മുടെ മിഷേൽ ഫൂക്കോ. ഓക്കെ, then Nietzsche proved that nothing is fixed, nothing is universal, everything is constructed. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഫിക്സഡ് അല്ല, ഒന്നും യൂണിവേഴ്സൽ അല്ല, എല്ലാം കൺസ്ട്രക്റ്റഡ് ആണ്. ഈവൻ ദ റിലിജിയൻ ക്രിസ്ത്യാനിറ്റി ഈസ് എ കൺസ്ട്രക്റ്റഡ് വൺ എന്നാണ് നീഷെ പറയുന്നത്. ദെൻ ഹിസ് വർക്ക്സ് ഇൻക്ലൂഡ് ടു ലൈറ്റ് ഓഫ് ദ ഐഡൽസ്, ദ വിൽ ടു പവർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ് ബേസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ ഓരോ വർക്ക്സും എന്താണ് ഇതിനുള്ളിൽ വരുന്ന തീംസ് എന്ന് നോക്കി തന്നെ പോവുക. നീഷയുടെ ദ ബർത്ത് ഓഫ് ട്രാജഡി ഫ്രം ദ സ്പിരിറ്റ് ഓഫ് മ്യൂസിക്കും ബിയോണ്ട് ഗുഡ് ആൻഡ് ഈവിൽ, പ്രിലൂഡ് ടു ഫിലോസഫി ഓഫ് ഫ്യൂച്ചർ ആണ്, അതുപോലെ ഓൺ ദ ജീനിയോളജി ഓഫ് മൊറാലിറ്റിയും, ഈ 3 വർക്ക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. Then we have Sigmund Freud. Sigmund Freud, as we know, he is an Australian neurologist. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആണ്. സോ ഫസ്റ്റ് ടൈം ഈ ഒരു വർക്കിലൂടെ he laid the foundation of the understanding of unconscious. Okay, so he developed the theory of unconscious and he said dreams are the royal road to the unconscious. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കോട്ട് ഓർത്തിരിക്കുക. ഡ്രീംസ് ആർ ദ റോയൽ റോഡ് ടു ദ അൺകോൺഷ്യസ്. ഇദ്ദേഹം ഒരു സൈക്കോ അനലിസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്നതിന് 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ഹാസ് എ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഈസ് എ 3 ടയർ സ്ട്രക്ചർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വി ഹാവ് ദ ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഈ ഈഗോ എന്ന് പറയുന്നത് കോൺഷ്യസ് ആണ്, ഇഡ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കോൺഷ്യൻസ് ആണ്. നമ്മൾ സൈക്കോ അനാലിസിസ് തിയറി വരുമ്പം ഈ ഒരു പാർട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഹി സേസ്
Dreams works through condensation, displacement and dramatization. Condensation in the sense, അതായത് ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളെയും തീമിനെയും പല സമയത്ത് നമ്മൾ കണ്ടേക്കുന്ന കണ്ടൻസ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ആയിരിക്കും നമ്മൾ ഡ്രീം ആയിട്ട് കാണുന്നത്. ഡിസ്പ്ലേസ്മെന്റ്, ഇൻസ്റ്റെഡ് ഓഫ് വൺ യു ക്യാൻ സീ മെനി, യു ക്യാൻ സീ അനദർ ഇൻ ദ ഡ്രീം. അതായത് നമ്മൾ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഡ്രീമിലൂടെ കാണുന്നത്. പക്ഷെ ആ കാണുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിരിക്കും. പല പല എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള ഡ്രീം ആയിരിക്കും നമ്മൾ ലാസ്റ്റ് കാണുന്നത്. ഓക്കെ, then he talks about the 5 stages of psychosexual development: oral, anal, phallic, latent, genital. Okay, so any problem in the stage lead to adult psychosis എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അതായത് ഈ ഒരു സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ഇത് വളർന്നു വരുന്ന സമയത്ത് അതിന്റെ റിഫ്ലക്ഷൻ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ, ഒരാളുടെ ക്യാരക്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഹി ടോക്സ് അബൌട്ട് ഈഡിപ്പൽ കോംപ്ലക്സ്. So it is actually an obsession with the mother and fear of father എന്ന് നമുക്ക് പറയാൻ സാധിക്കും. So Freud says that in Hamlet there is an undissolved Oedipal complex that led Hamlet to procrastinate. അതായത് നമുക്ക് ഹാംലെറ്റില് എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുന്നത് ഈ അമ്മയോടുള്ള ഒരു സ്നേഹം കാരണമാണെന്ന് ഒരു റീസൺ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഫ്രോയിഡ് ഈ ഒരു വർക്ക് ഹാംലെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കോൺഷ്യസ് സ്റ്റേറ്റിനെ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു വർക്കിൽ ശ്രമിക്കുന്നുണ്ട്. ദെൻ ഹി ടോക്ഡ് അബൌട്ട് അൺകാനി. വെൻ സംതിങ് ദാറ്റ് ഈസ് സിമിലർ അറ്റ് ദ സെയിം ടൈം ഫോറിൻ യു ഗെറ്റ് ദ ഫീലിംഗ് ഓഫ് അൺകാനി. അതായത് ഒരേ സമയം ഫെമിലിയർ ആണെന്ന് തോന്നുന്ന ഒന്നിനെ പെട്ടെന്ന് തന്നെ അൺഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കുഞ്ഞിനെ എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് അവനെ അറിയാം എന്ന് പറഞ്ഞാൽ പോലും അവന്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന എന്തൊക്കെയാണ് അവന്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവന്റെ ചിന്താഗതി, എന്തൊക്കെയാണ് അവൻ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും എനിക്ക് സർഫസ് ലെവലിൽ മനസ്സിലാക്കാൻ ഒരു പക്ഷേ പറ്റണമെന്നില്ല. അതായത് ഫെമിലിയർ ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം അറ്റ് എ മൊമെന്റ്, ആ ഒരു മൊമെന്റിൽ തന്നെ അൺഫെമിലിയർ ആണെന്ന് തോന്നാം. Okay, so that is this uncanny is all about. Then the psychopathology of everyday life, which was published in 1901. In that work, he talks about switch words and verbal bridges. These are certain words that reach into your consciousness. There are certain words that suddenly get into your working consciousness. The unconscious mind will get power and they starts working. അതായത് ഇപ്പം ഒരു മാർക്കറ്റിംഗ്, നമുക്ക് ബിസിനസ് സ്റ്റഡീസ് എടുക്കാം. ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇയാൾ കയറി വരുന്ന സമയത്ത് നമുക്കറിയാം എന്തോ സാധനം നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, നമ്മൾ വാങ്ങില്ല എന്ന് ഉറപ്പോടുകൂടി ഇയാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ സാധനങ്ങളെ നോക്കിക്കാണും. പെട്ടെന്ന് പല കാര്യങ്ങളും പറഞ്ഞ് അന്നേരം ഇദ്ദേഹം എങ്ങനെയെങ്കിലും വാങ്ങൂ, ഇതേണക്ക് എൻ്റെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് സാഹചര്യങ്ങളും ഒക്കെ ശരിയല്ല, നിങ്ങൾ ചെറിയ സാധനം വാങ്ങി എനിക്കതൊരു വലിയ ഹെൽപ്പായിരിക്കും എന്ന് ഇങ്ങനെ വാക്കുകളിലൂടെ നമ്മളെ പ്രലോഭിപ്പിക്കും അല്ലേ. ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു. സോ ഇത് ആ ഒരു സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ വെർബൽ ബ്രിഡ്ജിന്റെ ഒരു ഫീച്ചർ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഹെൽപ്പ് us to change our belief system, it help us to change our behavior. Okay, then we have Beyond the Pleasure Principle, which was published in 1920. In that work he talks about eros and libido, drive theory and death theory. So eros and thanatos, eros is the life drive ആണെങ്കിൽ thanatos is the death drive. So it represents an urge to return to the elements, return to the state of non-existence എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഈ തിയറി എല്ലാം നമ്മൾ സൈക്കോ അനാലിസിസ് വരുമ്പോൾ വീണ്ടും കാണും, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. Then we have the work the ego and the id, which was published in 1923. ഇത്രയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മേജർ ആയിട്ടുള്ള വർക്ക്സ്. നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ വർക്ക്സും അതിലെ മേജർ ആയിട്ടുള്ള എന്തെല്ലാം കൺസെപ്റ്റ്സ് ഉണ്ടോ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. Then we have the great man Karl Marx. So his work, The Critique of Hegel's Philosophy of Right, which was published in 1843, is a very important work. Then he wrote On the Jewish Question, which was published in 1843. Then he wrote Notes on James Mill, which was published in 1844. Then the German Ideology, which was published in 1845. The Communist Manifesto, which was published in 1848. The Class Struggle in France, which was published in 1815. Then we have the Das Kapital. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ആരുടെ, കാൾ മാർക്സിന്റെ. സോ ഹി ടോക്ഡ് അബൌട്ട്
ഹീസ് എന്താ പറയുന്നത്, അദ്ദേഹം ഇക്കണോമിയെ പറ്റിയും പൊളിറ്റിക്കൽ കണ്ടീഷൻസിനെ പറ്റിയും ഒക്കെ സംസാരിച്ചിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഹീസ് ആൻ എക്കണോമിക് തിയറിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. And he talks about the struggle between the capitalist society and the working class society. And this struggle, ഈ ഒരു വർക്കിംഗ് ക്ലാസ് സൊസൈറ്റിയും ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയും തമ്മിലുള്ള അവരുടെ ഇടയിൽ നടക്കുന്ന സ്ട്രഗിളിനെ പറ്റി കാൾ മാക്സ് വളരെ എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അദ്ദേഹത്തിന്റെ വർക്കിലൂടെയും അല്ലാതെയും സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് സ്ട്രഗിളിംഗ് എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ദ ക്യാപിറ്റലിസം ലെഡ് ടു ഏലിനേഷൻ. They exploit the working class. Capitalism creates more and more crises in our society like repression, recession, depression, etc. And ultimately, working class will revolt. എല്ലാം അനുഭവിച്ച് കുറേ കഴിയുമ്പോഴത്തേന്, ഒരു ലിമിറ്റ് വിട്ട് കഴിയുമ്പോഴത്തേന് തിരിച്ച് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ദിസ് റെവല്യൂഷൻ ഓഫ് വർക്കിംഗ് ക്ലാസ് വിൽ ലീഡ് ടു ക്ലാസ്ലെസ് സൊസൈറ്റി. ഓക്കെ, ഈ ഒരു സ്ട്രഗിള് അവസാനം ക്ലാസ്ലെസ് സൊസൈറ്റിയിലേക്ക് കൊണ്ടെത്തിക്കും. ഹിസ്റ്ററി ഈസ് ദ റിസൾട്ട് ഓഫ് മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് പ്രൊഡക്ഷൻ റാദർ ദാൻ ഐഡിയാസ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുന്നത് മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഒരിക്കലും ഐഡിയാസ് വെച്ചിട്ടല്ല ഹിസ്റ്ററി വരുന്നത്, പകരം ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് മെറ്റീരിയൽ കണ്ടീഷൻ എന്ന് പറയുന്ന തിയറിയാണ് ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ആൻഡ് ഹി ടോക്ഡ് അബൌട്ട് ഇറ്റ്. ദെൻ വി ഹാവ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫിഗർ, ഹെൻറി ജെയിംസ്, ഹിസ് ആർട്ട് ഓഫ് ഫിക്ഷൻ വിച്ച് ഇസ് പബ്ലിഷ്ഡ് ഇൻ 1884. സോ മോഡേണിസം നോക്കുമ്പോഴത്തേന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ ആണ്. മോഡേണിസം പറയുമ്പോൾ നമുക്ക് ഹെൻറി ജെയിംസിനെ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഹിസ് വർക്ക് ആർട്ട് ഓഫ് ഫിക്ഷൻ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1884. He says life is chaotic, lot of things are wasted in life, time is a waste, resources are wasted, life is full of disorder, but novel or fiction give life beauty, meaning and order. നോവലിനെ അങ്ങേയറ്റം സെലിബ്രേറ്റ് ചെയ്ത ഒരു റൈറ്ററാണ് ഹെൻറി ജെയിംസ് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു വർക്ക് ആർട്ട് ഓഫ് ഫിക്ഷൻ എഴുതാനായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള വാൾട്ടർ ബെസന്റ്, അദ്ദേഹം ഫിക്ഷൻ ആസ് വൺ ഓഫ് ദ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ ഒരു വർക്ക് എഴുതി. സോ ഹെൻറി ജെയിംസ് പറയുണ്ടായി, ഫിക്ഷൻ ആസ് വൺ ഓഫ് ദ ഫൈൻ ആർട്സ് അല്ല, പകരം ഫിക്ഷൻ ഈസ് ദ ബെസ്റ്റ് ഫൈൻ ആർട്ട് എന്ന് പറഞ്ഞു. ഫിക്ഷൻ ഈസ് അബൌട്ട് ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് അബൌട്ട് കോംപ്ലക്സിറ്റി ഓഫ് ലൈഫ്. So fiction should present realistic characters. Henry James said that fiction should not be controlled by rules. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഫിക്ഷൻ റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് കോംപ്ലക്സ് എക്സ്പീരിയൻസ് ആണ്. അതിൽ ഒരു ഫിക്ഷനിൽ കോൺഷ്യസ് ആയിട്ടുള്ള മോറൽ പർപ്പസ് ഉണ്ടാവണം. ആൻഡ് ഫിക്ഷനിൽ ഫ്രീഡം ഉണ്ടാവണം. ഒരിക്കലും ഒരു റൂൾ ബേസ്ഡ് ആയിരിക്കില്ല. ഒരു റൂളും ഫിക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി ആയിട്ട് മാറരുത്. സോ ഇതൊക്കെ കീ ടേംസ് ആണ് ഈ ഒരു വർക്കിലെ ഓർത്തിരിക്കാൻ. ദെൻ ജെയിംസ് ജി ഫ്രേസർ ഓർത്തിരിക്കുമ്പം ആദ്യം ഓർത്തിരിക്കേണ്ട അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദി ഗോൾഡൻ ബൗ വിച്ച് ഇസ് പബ്ലിഷ്ഡ് ഇൻ 1936. ഈ ഒരു വർക്ക് ബേസ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു വർക്കിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ടി.എസ്. എലിയറ്റ് ദ വേസ്റ്റ് ലാൻഡ് എഴുതുന്നതെന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ആദ്യത്തെ സബ് ടൈറ്റിലാണ് എ സ്റ്റഡി ഇൻ കമ്പാരിറ്റീവ് റിലീജിയൻ എന്ന് പറയുന്നത്. പിന്നീട് റിവൈസ് ചെയ്തിട്ട് വന്ന സബ് ടൈറ്റിലാണ് എ സ്റ്റഡി ഇൻ മാജിക് ആൻഡ് റിയലിസം. എന്തിനാണ് ഒരു സബ് ടൈറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സബ് ടൈറ്റിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അതിന്റെ കീ ടേംസ് അതിനകത്തുണ്ട്. ഈ ഒരു വർക്കിൽ എന്താണ് തീം വരുന്നത്, ഈ വർക്ക് എന്ത് ബേസ്ഡ് ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. സോ ഏതൊരു വർക്ക് പഠിച്ചാലും അതിൽ സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ് ടൈറ്റിൽസ് അറിഞ്ഞിരിക്കണം. Then we have other works like The Growth of Plato's Ideal Theory which is published in 1930. Then Taboo and the Perils of Soul which is published in 1911. Then Folklore in the Old Testament which was published in 1918. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഈ ഒരു വർക്ക് വന്ന സമയത്ത്, ഗോൾഡൻ ബൗ എന്ന് പറഞ്ഞൊരു വർക്ക് വന്ന സമയത്ത് വളരെ ഫേമസ് ആയിരുന്നു. പക്ഷേ പല കൺസെപ്റ്റ്സും പ്രാക്ടീസസും അല്ലെങ്കിൽ അതിൽ പറഞ്ഞേക്കുന്ന പല തീംസും ഇന്ന് സൊസൈറ്റി എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ ദർ ആർ ലോട്ട് ഓഫ് സ്പെക്കുലേഷൻസ് ഗോയിങ് ഓൺ വിത്ത് ദിസ് വർക്ക്. അടുത്ത റൈറ്ററെ നമുക്ക് നോക്കാം. ദ മേജർ റൈറ്റർ ടി.എസ്. എലിയറ്റ് ഇവിടെ ഉണ്ട്. സോ അദ്ദേഹം ഒരു മോഡേണിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ വർക്ക് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഇൻ ദാറ്റ് വർക്ക് ഹി ടോക്സ് അബൌട്ട് ദ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി. So in that he says art and artist should be separated. Tradition is not imitation, it is acquired by labor. Tradition എന്ന് പറയുന്നത് imitation അല്ല, പറഞ്ഞ കാര്യം തന്നെയാണ്. It is acquired by hard labor എന്ന് ടി.എസ്. എലിയറ്റ് പറയുന്നുണ്ട്. And tradition is a historical sense. It is an understanding of literary and intellectual context of writing. Okay, so tradition cannot be inherited.
An individual writer had no value if he is isolated from tradition. We should acquire tradition by hard labor. It is not the pastness of the past, but past continues to work through the present. അപ്പം പാസ്റ്റിനെ പാസ്റ്റ് ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ടിൽ പ്രസന്റ്. മറ്റൊരു വർക്ക് എടുക്കുമ്പം നമ്മൾ ക്ലാസിക്സ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന ക്ലാസിക്സ് അറിഞ്ഞ് അതിന്റെ മൂല്യം ഉൾക്കൊണ്ട് വേണം പുതിയൊരു വർക്ക് നമ്മൾ ജനിപ്പിക്കാനായിട്ട്. അത്രയും വാല്യുബിൾ ആയിരിക്കണം നമ്മുടെ വർക്ക് എന്ന് ടി.എസ്. എലിയറ്റ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റിയിലൂടെ പറയുന്നുണ്ട്. Then he talked about metaphysical poet, the problem of modernity, dissociation of sensibility. അതായത് head and heart are dissociated. അതായത് head എന്ന് പറഞ്ഞാൽ എന്താ, തിങ്കിങ്, heart എന്ന് പറഞ്ഞാൽ എന്താ, ഫീലിംഗ്. സോ തിങ്കിങ് ആൻഡ് ഫീലിംഗ് ഷുഡ് കം ടുഗദർ. ഒരു അസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി വേണം, അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി വേണം എന്നാണ് ടി.എസ്. എലിയറ്റ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വി സീ ഇൻ ടി.എസ്. എലിയറ്റ്സ് വേസ്റ്റ്ലാൻഡ്. ഓക്കെ, then Hamlet and his problems, which is published in 1919. So in that work he talks about objective correlating. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് വെച്ചാൽ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ മെറ്റഫർ. നമുക്കൊരു മെറ്റഫർ ആയിട്ട് തന്നെ കാണാം. അതായത് ഇപ്പം ക്രൈയിങ്, നമ്മൾ സീരിയലൊക്കെ കാണുന്ന എന്തെങ്കിലും ഒരു നായികയ്ക്ക് സങ്കടം വരുമ്പോൾ നായിക പൊട്ടിക്കരയുന്നു. ആ ഒരു പൊട്ടിക്കരച്ചില് നല്ലതല്ല, അത് വേണ്ട. പകരം ക്രൈയിങ്ങിന് പകരം ഒരാൾക്ക് സങ്കടം വരുന്ന സമയത്ത് അയാളെയും കൊണ്ട് കരയിപ്പിക്കാതെ പകരം പുറത്ത് മഴ പെയ്യുന്നു, തിരമാല അടിക്കുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മെറ്റഫേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും വർക്ക്. ഒരു ക്യാരക്ടറിന്റെ ഇമോഷനിലൂടെ അറിയുന്നതിനെക്കാട്ടിലും അത് സിംബോളിക് ആയിട്ട് കാണിക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടാവും. സോ ദിസ് objective correlative and T.S. Eliot is against expressionism. Instead, they should have used metaphoric representation or objective representation, and this is what objective correlative is all about. And this can be said as a set of objects, situations or a chain of events that stand in for a particular emotion. നമ്മളിപ്പോൾ ഹാംലെറ്റിനെ തന്നെ എടുത്തേ, ദാറ്റ് ഹാംലെറ്റ് ഈസ് ആൻ ആർട്ടിസ്റ്റിക് ഫെയിലിയർ എന്നാണ് ടി.എസ്. എലിയറ്റ് പറയുന്നത്. അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഹാംലെറ്റിൽ മൊത്തത്തിൽ ലാഗ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു ആർട്ടിസ്റ്റിക് ഫെയിലിയർ ആണെന്ന് ടി.എസ്. എലിയറ്റ് പറയുന്നുണ്ട്. ആൻഡ് ഹി സെഡ് ഹാംലെറ്റ് ഈസ് എ മൊണാലിസ ഓഫ് ലിറ്ററേച്ചർ എന്നും ടി.എസ്. എലിയറ്റ് പറയുന്നുണ്ട്. ദെൻ വി ഹാവ് his other works like the use of poetry and the use of critics, then the idea of Christian society, own poetry and poets. The use of poetry and use of critics എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. എലിയറ്റിന്റെ നോട്ട് ലെക്ചേഴ്സ് ആണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ നോട്ട്സ് ടുവേർഡ് എ ഡെഫിനിഷൻ ഓഫ് കൾച്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതായത് ദിസ് വർക്ക് നോട്ട്സ് ടുവേർഡ്സ് എ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് കൾച്ചറൽ സ്റ്റഡീസ്. ഓക്കെ, ഈ ഒരു ദ ഐഡിയ ഓഫ് ക്രിസ്ത്യൻ സൊസൈറ്റി 1939 പബ്ലിഷ് ചെയ്ത വർക്കിൽ നമുക്ക് കാണാൻ സാധിക്കും 1927 ടി.എസ്. എലിയറ്റ് ആംഗ്ലിക്കനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. സോ അതിന്റെ ഇൻഫ്ലുവൻസ് ഈ ഒരു ഐഡിയാസ് ഓഫ് ക്രിസ്ത്യൻ സൊസൈറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ വി ഹാവ് വിർജീനിയ വുൾഫ്. വിർജീനിയ വുൾഫിന്റെ എ റൂം ഓഫ് വൺസ് ഓൺ, 3 Guineas. സോ വിർജീനിയ വുൾഫ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ ലിറ്റററി ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം and she presented the problems faced by women in writing. ഇതിനെയാണ് പിന്നീട് ഗൈനോക്രിറ്റിസം എന്നൊക്കെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. സോ വുമൺ ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്, ഷി ഷുഡ് ഹാവ് എ റൂം ഓഫ് വൺസ് ഓൺ. ഇതൊക്കെയാണ് വിർജീനിയ വുൾഫ് എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞ വർക്കിൽ എസ്സേയിൽ പറയുന്നത്. ദെൻ ടി.എസ്. എലിയറ്റ് wrote an obituary for Virginia Woolf. Woolf presented a historical moment when art was integrated with society. So she wrote about modern fiction. In that she focused on characters rather than external factors. Stream of consciousness തന്നെയാണ് ഇവിടെ പറയുന്നത്. മോഡേൺ ഫിക്ഷനിലേക്ക് വരുമ്പോഴത്തേന് വിർജീനിയ വുൾഫിന്റെ ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന ഇമോഷൻസും ഉള്ളിൽ നടക്കുന്ന ഫീലിങ്സിനുമാണ് ഇവിടെ മോർ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ഷീസ് എ സ്പിരിച്വലിസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കും. വിർജീനിയ വുൾഫും ജെയിംസ് ജോയ്സും ഒക്കെ സ്പിരിച്വലിസ്റ്റ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു പീരീഡിൽ തന്നെ മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ഗാൽസ്വർത്തിയും ബെനറ്റിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗാൽസ്വർത്തിയുടെയും ബെനറ്റിന്റെയും ഒക്കെ വർക്കിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വിർജീനിയ വുൾഫ് തന്റെ വർക്ക്സ് പ്ലേസ് ചെയ്യുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ വി ഹാവ് ഡി.എച്ച്. ലോറൻസ്. ഡി.എച്ച്. ലോറൻസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് വൈ ദ നോവൽ മാറ്റേഴ്സ്. നമ്മൾ ഹെൻറി ജെയിംസിനെ കണ്ടപ്പം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, അതായത് നോവലിനെ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തു. ഇതേ കാര്യം തന്നെയാണ് ഡി.എച്ച്. ലോറൻസും ചെയ്യുന്നത്. അതായത് ഹി സെലിബ്രേറ്റഡ് നോവൽ ഈസ് എബോവ് ഓൾ ദ ഫീൽഡ് ഓഫ് തോട്ട്. ആൻഡ് ഈ ഒരു വർക്കിൽ അദ്ദേഹം ട്രെമുലേഷൻ ഉണ്ട് ഇത് ഓൺ ബ്രൈറ്റ് ബുക്ക് ഓഫ് ലൈഫ് എന്നൊക്കെയാണ് നോവലിനെ വിശേഷിപ്പിക്കുന്നത്. സോ നോവൽ ഈസ് ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ ആൻഡ് ക്രിയേറ്റീവ് ആർട്ട് ഫോം എന്നാണ് ഡി.എച്ച്. ലോറൻസ് പറയുകയുണ്ടായത്.
സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിലോസഫേഴ്സും ക്രിട്ടിക്സും. അതുപോലെ DH ലോറൻസ് ബ്ലഡ് കോൺഷ്യസ്നെസ് എന്നും സ്റ്റാർ ഇക്ലിബ്രിയം എന്നും കുറച്ച് ടേംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 ടേംസ് ഇദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്ത 2 ടേംസ് ആണെന്ന് ഓർത്തിരിക്കുക. സോ മോഡേണിസത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ പ്രസന്റേഷനിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാതിരിക്കുക. താങ്ക് യു.